എന്തെങ്കിലും വിശേഷങ്ങൾ? സുഖം. കുഴപ്പമില്ല. പിന്നെ നമ്മുടെ അനാറ്റമി എക്സാം അല്ലേ നമ്മുടെ അനാറ്റമി ഗംഭീര ബുക്കല്ലേ? എന്താ തടി! അത് ഞാൻ ഇങ്ങനെ ഒന്നല്ല, ഞാൻ 2 ബുക്ക് വായിച്ചു കിട്ടും. എന്തിനാ 2 ബുക്ക്? ഒരെണ്ണം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരെണ്ണം തലേന്റെ അടിയിൽ വെക്കും, ഒരെണ്ണം തലേന്റെ മുകളിൽ വെക്കും. കാരണം ഒന്നും ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല, എല്ലാം അവിടെ തന്നെ കിടക്കണ്ടേ. അത് ഞാൻ ഗംഭീരമായി പഠിച്ചു. അവ പഠിച്ചല്ലേ? എന്നിട്ട് പൊട്ടി. അടുത്ത വർഷം ഞാൻ പിന്നെ നമ്മുടെ കണിക ക്ലാസിക് 3 വോളിയം പഠിച്ചോ? പിന്നെ 3 വോളിയം പഠിച്ചു. എടാ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബുക്ക് ഉണ്ടല്ലോ, പേജ് പോലും ബാക്കി ഉണ്ടായില്ല. എന്നിട്ട് പൊട്ടി. അതിന്റെ അടുത്ത വർഷം ഞാൻ പിന്നെ വിചാരിച്ചു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ത്യൻ ബുക്ക് പഠിച്ചത്. പിന്നെ BD ചൗരസ്യ ഗംഭീരമായിട്ട് 3 വോളിയം. ഹെഡ് ആൻഡ് നെക്ക്, അപ്പർ ലിംബ് ആൻഡ് ലോവർ ലിംബ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. പിന്നെ വേറെ പഠിച്ചു 3 വോളിയം, ബ്രെയിനും ഓസ്റ്റിയോളജിയും. പിന്നെ പൊട്ടാർ, ഇന്റർബീംസ്, ഇതെല്ലാം പഠിച്ചല്ലേ? അതൊക്കെ പഠിച്ചു തന്നോ സുഹൃത്തെ? ഞാനത് പഠിച്ചെന്ന് പറഞ്ഞാൽ അരച്ച് കലക്കി കുടിച്ചു കളഞ്ഞില്ലേ. എന്നിട്ട് പൊട്ടി. ഇപ്രാവശ്യം സ്ട്രാറ്റജി ടോട്ടൽ ഡിഫറെന്റ് ആണ്. ഇപ്രാവശ്യം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഗംഭീരം എന്താ സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഇപ്രാവശ്യം പഠിക്കാൻ നമ്മുടെ ആ ബിജിൽ പറഞ്ഞ ബുക്കില്ലേ? ഏത് ബിജിലാ? ഇവിടെ ആ തലയിൽ ഒരുപാട് മുടിയൊക്കെ ഉള്ള ഒരു ബിജില്ലേ? അവിടെ റൂം നമ്പർ 21 ഷാജി അബ്രാമിന്റെ ആ ബിജിൽ പറഞ്ഞൊരു ബുക്കുണ്ട്, അതായത് അനാറ്റമി ബൈ 10 ടീച്ചേഴ്സ്. എന്തോ ബുക്ക്, 10-15 പേജേ ഉള്ളൂ, ഈസിയാ പഠിക്കാൻ. പറഞ്ഞിട്ട് കേട്ടോ, അത് എഴുതിയ ആൾക്കാരുണ്ട്. എന്തൊരു വിവരം! ഭയങ്കര വിവരം. അനാറ്റമി ബൈ 10 ടീച്ചേഴ്സ്. എന്താ പ്രശ്നം? അല്ല, അനാറ്റമി പാസ്സായില്ലെങ്കിലും 3 കൊല്ലമായിട്ട് ഞാൻ ഇതിന്റെ എഡിറ്ററാണ്. എന്ത് ചങ്ങായത്? പോട്ടെ, നിന്റെ എങ്ങനെയുണ്ട്? നിന്റെ മറ്റേ പ്രൊഫഷൻ എന്തൊക്കെയുണ്ട്? എന്റെ പ്രിപ്പറേഷൻ അതൊരു നീണ്ട കഥയാണ്. കേക്കട്ടെ, എന്താണ് ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. പറയാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മളെ അനാറ്റമിയിലെ ഹൈറോനിസം ആയിടല്ല. മാഡത്തിന് എന്നോട് ലവ് ആണ്. ഈ ദേഹത്തിനോട് ലവാ? അപ്പൊ ഞാനൊക്കെ പിന്നോട് വെറുതെ അല്ല, അവരെല്ലാ കൊല്ലം എന്നെ കാണണം വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായില്ല. എക്സാമിനേഷൻ ടൈം ആകുമ്പോൾ അവരെന്നെ വിളിച്ചു വരുത്തും. ഞാനിങ്ങനെ ഹോളിൽ കയറാൻ നിൽക്കുമ്പോൾ അവരിങ്ങനെ ദൂരത്ത് നോക്കും, എന്നിട്ട് വെള്ളൊക്കെ ഒരു ചിരിയാണ്. അങ്ങനെ അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് അവരെന്നെ അവിടെ മുന്നിലിരുത്തി ചറ പറയാന്ന് പറഞ്ഞ ചോദ്യമാണ്. അതിന്റെ ഇൻസേർഷൻ, ഇതിന്റെ റൂട്ട് വാല്യൂ, ഇതിന്റെ കോഴ്സ്, അത് ഇതൊക്കെ പറയും. മാങ്ങാത്തിൽ പറഞ്ഞു ഞാൻ വിട്ടുകൊടുക്കും. ഞാൻ അടിച്ചു കീച്ചും. എന്ത് കീച്ചും? കേക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഡിസ്ക്രൈബ് ദ കോഴ്സ് ഓഫ് ഫെമറൽ നെർവ്. ഞാനതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. It starts from the brain, goes to the neck, goes into the pelvis, and goes to the limbs, and supply the limbs. അത് പറയുമ്പോൾ തന്നെ ഒരുവിധം നെർവ്സ് ഒക്കെ ബ്രെയിനിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇവിടെ എന്തായാലും ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോ അവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ തളർന്ന പോലെ ഇരിക്കും. പിന്നെ വീണ്ടും ചിരിക്കും. ആ ചിരി കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? പിന്നല്ലേ മനസ്സിലാവുന്ന ഒരു കൊലച്ചിരിയായിരുന്നു. എന്തായാലും ഞാനിങ്ങനെ ആലോചിക്കണം, ഞാൻ ഇതൊക്കെ വിട്ടിട്ട് കുറച്ച് കത്തൊക്കെ എഴുതി കുറച്ച് കാശുണ്ടാക്കട്ടെ. കത്തെഴുതി കാശുണ്ടാക്കി? അതെന്ത് പരിപാടി? അതൊക്കെയാണല്ലോ പരിപാടി. താങ്കൾ അവിടെ ഞാൻ എഴുതി കത്തില്ലേ, താങ്കൾക്ക് വായിച്ചു നോക്കും. ഓക്കെ.
എന്റെ ജീവനായ സുഗുണേട്ട, ഏട്ടനെ ഞാൻ ഏട്ടോ എന്ന് വിളിച്ചോട്ടെ സുഗുണേട്ട. ഏട്ടന്റെ കത്ത് കിട്ടിയ ഞാൻ ആനന്ദ തുന്തലയായി പ്രണയാതയായി ഒരു മയിലിനെ പോലെ നൃത്തം ചെയ്തു. തുറവപ്പെട്ട കുടുംബത്തിൽ പിറക്കുന്നത് ഒരു കുറ്റമാണ് ചേട്ടാ. ഞാൻ ചെയ്തു ചേട്ടാ. തളർവാദമെന്ന് കിടപ്പിലായ തീപ്പെട്ടി കമ്പനിയിലെ മുതലാളി കയറി പിടിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ വയ്യാത്ത അമ്മ കോളേജിൽ 500 രൂപ ഫീസ് എടുക്കാനില്ലാത്തതിനാൽ എനിക്കിപ്പോൾ കോളേജിൽ പോകാൻ സാധിക്കുന്നില്ല സുഗുണേട്ടാ. എങ്കിലും എന്റെ സുഗുണേട്ടനെ കാണുവാൻ എന്റെ ഹൃദയം വെപ്പൽ കൊള്ളുന്നു, തുടിക്കുന്നു. ചേട്ടാ, ചേട്ടന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരില്ലേ ചേട്ടാ? എന്നെന്നും ചേട്ടൻ്റെത് മാത്രമായ ബിന്ദു. എന്തിനാ ഇത്? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്തുള്ള മാമൻ മത്തായി മാപ്പിളയില്ലേ, അങ്ങനെ വന്നിട്ട് കാലിൽ വീഴില്ലോ. ചേട്ടാ ഇതുപോലെ വല്ല എഴുതരോ എനിക്ക് മലയാള മനോരമയിൽ കൊടുത്ത് 4 കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്താണിത്? ചോദിക്കട്ടെ, എന്താ ഇത് പരിപാടി? ഈ കത്ത് അങ്ങോട്ട് പോയി സുഗുണന്റെ കയ്യിലെത്തുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ സുഗുണന്റെ മൾട്ടിപ്പിൾ പോസ്റ്റിലുള്ള കുറച്ച് ഫോട്ടോസും ഒരു 500 രൂപയും രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് എന്റെ അടുത്ത് വരും. അതങ്ങനെ ഇപ്പൊ അത്ര വലിയ മറ്റേ കണിശമായ ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെ അത്ര വലിയ നിർബന്ധം? എടോ, ഇത് ഏതാ നാട്? ഇത് കേരളം. ഈ കേരളത്തിൽ നമ്മളൊരു കൊട്ടിമരം ഇങ്ങനെ നാട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒരു സാരി ചുറ്റിയാൽ ആൾക്കാർ വന്ന് കയറി പിടിക്കും. എന്നിട്ടാണ് പിന്നെ സുഗുണേട്ടൊക്കെ പറഞ്ഞ പിന്നെ ആൾക്കാർ അതായത് പറഞ്ഞാൽ ശരിയാട്ടോ. അതായത് നമ്മൾ എന്താ പറയുക, പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ പ്രബുദ്ധ മലയാളികളുടെ ഹൃദയം ഇങ്ങനെ അടിക്കുന്നത്. അതിപ്പോ സാധാരണ ആൾക്കാരുടെ ഹൃദയം ഇങ്ങനെ അടിക്കുക ഇങ്ങനെ എന്നല്ലേ? പ്രബുദ്ധ മലയാളികളുടെ അടിക്കുന്നത് പീഡനം 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 അങ്ങനെ അടിക്കുന്നത്. അപ്പോ താൻ കുറച്ചൊന്നും കാത്തുനിന്നാ മതി, ഇയാളുടെ സംഭവം ഇങ്ങോട്ട് വരും. ശരി, അതൊക്കെ ശരി. തനിക്ക് 500 രൂപ കിട്ടി, കുറെ ഫോട്ടോ കിട്ടി. ഈ ഫോട്ടോ കൊണ്ട് താൻ എന്ത് ചെയ്യണം? ഈ മോഹൻന്റെ എടോ, ഈ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? സന്തോഷ് ഫാർമസി, യുനാനി ഫാർമസി, ലാഡ് വൈദ്യം, മറ്റേ ചികിത്സ, ഈ ചികിത്സ ഇവർക്കൊക്കെ അങ്ങ് അയച്ചു കൊടുക്കും. എന്നിട്ട് അവരത് ഓരോ അസുഖം പറയുമ്പോൾ മൂലക്കുരു മാറി, മറ്റേ എയ്ഡ്സ് മാറി, ശീകസ്കരണം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഓരോ പ്രാവശ്യം പബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് 500 രൂപ വെച്ച് അല്ല. പക്ഷെ അവര് പോയി കംപ്ലീറ്റ് ചെയ്തു. എന്ത് പരിപാടി? എന്താണ് ഞാൻ പറയുന്നത്? എന്റെ എയ്ഡ്സ് രോഗം മാറിയില്ല, എന്റെ മൂലക്കുരു മാറിയില്ല, ശീഘ്രമായി സ്ഥലിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ നീ കൊള്ളാട്ടോ, നീ ഗംഭീരം. ഇങ്ങനെയുണ്ടോ കിടല ചങ്ങായി? സമ്മതിച്ചിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ ഈ ഒരു ചെടിയൊക്കെ പിടിച്ച് നടന്നത് പ്രേം സ്നേഹിയായി മാറിയത്? ഇതാണ് ഉദ്ദേശിച്ചത്? അതെ, എന്താ ചെടിയൊക്കെ പിടിച്ചിട്ടാണ് നടന്നത്? എടോ, ഇതൊന്നും പ്രതിസ്നേഹം ഇടോ. എന്താ പ്രതിസ്നേഹം? ഇതാണ് സ്വയം പര്യാപ്തത. ഓഹോ, കേട്ടിട്ടില്ലടോ? സെൽഫ് റിലയൻസ്. എന്താണോ? അതായത് എനിക്ക് വേണ്ട കഞ്ചാവ് ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ വലിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഇല്ലാത്തതും എനിക്കുള്ളതും എന്താണ്? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. ലോക സമസ്ത സുഖിനോ.